മരിച്ചാലും തീരാത്ത കുറ്റ മനുഷ്യരെ. നമ്മൾ കാരണം പറഞ്ഞുണ്ടാക്കിയ വാക്ക്. ഒരാളെ ജയിക്കാൻ എളുപ്പ, ഒരാളെ വേദനിപ്പിച്ചാൽ മതി നാവുകൊണ്ട്. നമ്മളൊരാളെ ജയിക്കേണ്ടത് സ്നേഹം കൊണ്ടാണ്. സ്നേഹം കൊണ്ട് ജയിക്കുന്നതിനെ പടച്ചോന്റെ അടുത്ത് അർത്ഥവും കൂലിയും ഉണ്ടാവും. അതെങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് ഒരു ചെറുപ്പക്കാരൻ എന്നോട് ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. ഓനോന്റെ അയൽവാസിയും തമ്മിൽ നല്ല പിണക്ക. ഇവൻ തന്നെ എന്നോട് പറയുന്നത്, എനിക്കൊരു അനുഭവം പറയാനുണ്ട്, പേരും അഡ്രസ്സും പറയണ്ട, എന്നൊക്കെ എവിടെങ്കിലും പറയാൻ പറ്റും. എന്റെ അയൽപ്പക്കത്തുള്ള നല്ലൊരു ദീനിയാ. എനിക്ക് അതുകൊണ്ട് തന്നെ ഓനോടൊരു ദേഷ്യം. നമുക്ക് അങ്ങനെയാ. സുബീക്ക് പള്ളിയിൽ പോകുന്ന ഒരു അയൽവാസി ഉണ്ടായി, നമുക്ക് ഓനോട് ദേഷ്യ. എന്താ, എനിക്ക് പോകാൻ പറ്റുന്നില്ല, പിന്നെ ഓനോട് ദേഷ്യം. ഇനി ആരെങ്കിലും ഒന്ന് നന്നായി എന്ന് കണ്ട നമുക്ക് ഓനോട് ദേഷ്യ. അതാ ഇന്നത്തെ കാലം. അത്യാവശ്യം കുറ്റം ചെയ്യണമെന്നൊന്നുമില്ല. ഞാനിപ്പോ ഒരാളോട് എന്തേലും ദ്രോഹം ചെയ്യണമെന്നില്ല. ഞാനൊന്ന് നന്നായി സാമ്പത്തികമായിട്ടൊക്കെ ഒന്ന് മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ചിലർക്ക് വെറുതെ എന്നോട് ദേഷ്യ. കാണുന്നവരോടൊക്കെ ഓല് പറയും, ഓൻ അറബീനെ മുക്കി പോന്നതാ, ഓൻ കള്ളത്തരത്ത് കൂടെ ഉണ്ടാക്കിയതാ. ഇതാ വർത്താനം. അതാ മനുഷ്യന്റെ സ്വഭാവവും മനസ്സും. ആ രീതിയിലുള്ള ഒരു ചെറുപ്പക്കാരൻ ഓൻ പറയാ, ഓനോട് ഭയങ്കര ദേഷ്യം. എന്താ, ഓന്റെ ഒരു നെരിയാണിക്ക് മേലുള്ള പാന്റും ഓന്റെ ഒരു താടിയും ഓനൊക്കെ ഒപ്പം ഈ ദീനുള്ള നമ്മക്കാർക്കും ഇതില്ല. അതുകൊണ്ട് എനിക്ക് ഓനെ കാണുന്നതിന്റെ വെറുപ്പായിരുന്നു. ഞാൻ ഓനെ കുറ്റം പറയാൻ തുടങ്ങി. ഓന്റെ മക്കളെയും കുറ്റം പറയും. കാരണം എന്റെ മക്കളും ഓന്റെ മക്കളെ മാതിരിയല്ല. ഓന്റെ മക്കൾ മദ്രസ പോകുമ്പോ മഫ്തടും, എന്റെ കുട്ടികൾ ഇടൂല. അതുകൊണ്ട് എനിക്ക് ഓന്റെ മക്കളോടും ദേഷ്യം. അവസാനം ഓനോന്റെ അതിരൊന്നിട്ട് കെട്ടി നന്നാക്കാൻ വിചാരിച്ചു. ആ അതിര് ഓൻ കിട്ടാൻ തുടങ്ങിയപ്പോ ഞാൻ വെറുതെ ഓനോട് ചെന്ന് കുറെ ചൂടായി. എനിക്ക് ഉറപ്പാ ഓൻ ഒരു ഇഞ്ച് പോലും എന്റെ എടുക്കൂല. എന്നാലും ആ സമയത്ത് ഓൻ അതിരിട്ട് കെട്ടാൻ വന്നപ്പോ ഞാൻ ഓനോട് കുറെ ചൂടായി, ദേഷ്യപ്പെട്ടു. എനിക്ക് വായിൽ വന്നൊക്കെ ഞാൻ ഓനെ വിളിച്ചു. ഓൻ ഒന്നും മിണ്ടാതെ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇട്ടെന്നോലും അതിര് ഞാൻ അതിലെ കെട്ടിക്കോളാം. ഞാനൊരു വര വരച്ചു കൊടുത്തു, ഓൻ അതിലെ കെട്ടി. എനിക്കുറപ്പാ കുറച്ച് എനിക്ക് കൂടുതൽ എന്നല്ലാതെ ഓൻ ഉണ്ടാവില്ലാന്നും എനിക്കുറപ്പാ. അവസാനം ഞാനും സന്തോഷിച്ചു. എനിക്കിന്റെ ഒരു വാശി തീർത്തതുമായി മനസ്സിൽ. അങ്ങനെ ഏതാനും ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോ എന്റെ മോൻ കിണറ്റിന്റെ കരയിൽ അഥവാ കിണറിന്റെ വക്കില് തലയിടിച്ചു വീണു. വലിയ മുറിവ് പറ്റി. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ചെന്നപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണം, 1,10,000 ഉറുപ്പിക എപ്പം നിങ്ങൾ കെട്ടിവെക്കണം. ആ കുട്ടിക്ക് ബ്ലഡ് കുറെ പോകുന്നുണ്ട്, കുട്ടി ഛർദിക്കുന്നുണ്ട്. എന്ത് ചെയ്യണം എന്നറിയാതെ ഞാൻ നാടൊട്ട് കോടി. അയാൾ എന്നെ പറയാ, എന്റെ കഥ കേട്ട് രസിച്ച തൊട്ട അയൽപ്പക്കത്തുള്ള പല കുടുംബക്കാരുടെ അടുത്തേക്കും ഞാൻ പോയി. 5 ഉറുപ്പിക ഒരു മനുഷ്യൻ എനിക്ക് തരുന്നില്ല. എല്ലാരും പറയുന്നു ഇന്നലെയാണേ നോക്കാനും, ചിലര് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ടാണേ നോക്കാം. ഇതൊക്കെയാണല്ലോ നമ്മൾ ഒയ്യാൻ പറയുന്ന വർത്താനം. അവസാനം പെണ്ണുങ്ങളെ കയ്യിലുള്ളതും മോളെ കഴുത്തിലുള്ളതും കൂടി വിറ്റ് ഞാനൊരു 65 ഉറുപ്പിക എങ്ങനെയൊക്കെ ഉണ്ടാക്കി ഹോസ്പിറ്റലിലെത്തി. അവര് പറഞ്ഞു, ഒന്നെങ്കിലും അടയ്ക്കാതെ ഓപ്പറേഷന് കേട്ടൂല, ഡോക്ടർ സമ്മതിക്കൂല. എന്ത് ചെയ്യണം എന്നറിയാതെ ഞാൻ ഇങ്ങനെ വെപ്രാളപ്പെട്ട് നിൽക്കുമ്പോ ഞാൻ തെറി പറഞ്ഞ എന്റെ അയൽവാസി ഉണ്ട് മഗ്‌രിബിന് ശേഷം ഓടി വരുന്നത്. ഓൻ എന്നെ നോക്കി സലാം പറഞ്ഞ് അകത്തേക്ക് കയറുമ്പോ പറഞ്ഞ്, പെണ്ണുങ്ങൾ ഇപ്പോഴാണ് എന്നോട് വിവരം പറഞ്ഞ്. അകത്ത് ചെന്ന് എന്റെ മോനെ കണ്ട് ഓനൊക്കെ ഒന്ന് ആശ്വസിപ്പിച്ച് ഓന്റെ കൈമച്ച് എന്നെന്തോ ഒന്ന് പ്രാർത്ഥിച്ചൊക്കെ കൊടുത്ത് പുറത്തു വന്ന് ഓനോട് ചോദിച്ചു, എന്താ ഇപ്പൊ ഡോക്ടർ പറഞ്ഞ്? അപ്പൊ ഞാൻ മനസ്സില്ല മനസ്സോട് ഓനോട് പറഞ്ഞു, ഇങ്ങനെ ഓപ്പറേഷൻ വേണമെന്നാ, ഇത്ര പൈസ വേണമെന്നൊക്കെയാ പറയുന്നത്. വർത്താനം പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നതിന്റെ ഇടയ്ക്ക് ഓനോന്റെ അരേന്ന് ഒരു വെള്ള പേപ്പറിൽ, അതായത് മുഷിഞ്ഞ ഒരു പത്ര പേപ്പറിൽ പൊതിഞ്ഞ എന്തോ ഒരു സാധനം എന്റെ കൈമ തന്നു. ഈ മനുഷ്യൻ പറയാ, ഞാൻ അത് എടുത്തു നോക്കിയപ്പോ ഒരു മനുഷ്യന്റെ വേർപ്പ് പറ്റിയിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കുടുക്കിയിട്ട 500 ഉറുപ്പിന്റെ ഒരു കെട്ടു നോട്ട. ഏതെങ്കിലും ബാങ്കിൽ നിന്ന് എടുത്തുണ്ടോ എന്ന സ്ലിപ്പുള്ള നോട്ടല്ല. ഒരു മനുഷ്യൻ നയിച്ചിട്ട് കിട്ടിയിട്ട് വേർപ്പ് പറ്റിയ ഒരു പണം ഉണ്ടല്ലോ, കണ്ടറിയുന്ന ആ പൈസ തലയും വാലുമില്ലാണ്ട് തിരിച്ചും മറച്ചും വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കുടുക്കി കൊണ്ടുവന്നൊരു പൈസ. 50,000 ഉറുപ്പിന്റെ ആ കെട്ടോന്റെ കൈമ തന്നിട്ട് പറഞ്ഞു, വേഗം ഓപ്പറേഷനുള്ള ബാക്കി നോക്കിയെന്ന്. എന്നിട്ട് ഇയാൾ പറയാ, ഞാൻ അന്ന് ഓന് വേണ്ടി കരഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്തു പോയത് ഓർത്തോർത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഞാൻ അവനോന്റെ കൈ പിടിച്ചിട്ട് പറയാൻ കിട്ടാന്ന് വിങ്ങിപ്പൊട്ടിയപ്പോ ഓൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞൊരു വാക്കുണ്ട്, പറ്റിയത് എന്റെ മോനാണെങ്കിലും ഓൻ എന്റെ മോനും കൂടിയാ, എന്റെ മക്കളപ്പരവും കളിക്കല്. മനുഷ്യരെ ഒരാളെ നമ്മള് നാവ് കൊണ്ട് കരയിപ്പിക്കരുത്, സ്നേഹം കൊണ്ട് കരയിപ്പിക്കണം. എന്നാൽ മരിച്ചാലും ആ മനസ്സുണ്ടാവും നമുക്ക് പ്രാർത്ഥിക്കാൻ. അല്ലാണ്ട് ദുനിയാവിൽ കുറെ പറഞ്ഞുണ്ടാക്കിയിട്ടും നാട്ടുകാരെ വെറുപ്പിച്ചിട്ടും പിന്നെ കുറെ നിസ്കരിച്ചും നോമ്പുമായിട്ട് നടന്നിട്ടൊന്നും കാര്യമല്ല. അത് മക്കളായാലും ശരി, മരുക്കളായാലും ശരി, ഉമ്മാരായാലും ശരി, അയൽവാസികളാണെങ്കിലും ശരി. അല്ലെങ്കിൽ ഈ പേച്ച നാവ് പടച്ചം പെയ്തെടുത്ത് കളയും. കുറച്ചും കൂടി മുൻപോട്ട് പോയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണാൻ പറ്റിയത്
വല്ലാത്തൊരവസ്ഥ, ഒരു രക്തത്തിന്റെ പുഴ. ആ രക്തം മിസ്ല ദമ്മ്, ആ വെള്ളം ഇങ്ങനെ രക്തം പോലെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നോക്കി നിൽക്കുമ്പം ആ രക്തത്തിന്റെ പുഴയിലൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ നീന്തി വരിക. നീന്തി റസൂലുള്ളയും ജിബ്രീലും നിൽക്കുന്ന കരയിലേക്ക് കയറി വന്നു. ആ മനുഷ്യന്റെ വയറ് ഒട്ടിയിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കി ആ മനുഷ്യൻ പറഞ്ഞാൽ, മാ, ഒരല്പം വെള്ളം വേണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഞാൻ നോക്കി നിൽക്കെ എന്റെ അരികിലുള്ള മലക്ക് അവിടെയുള്ള ഒരു കരിങ്കല്ലിന്റെ കഷണമെടുത്ത് വെള്ളം ചോദിച്ചവന്റെ വായിലേക്ക് വലിച്ചെറിയും. ഏറിന്റെ ശക്തി കൊണ്ട് ആ കല്ല്, വായിലൂടെ പോകുന്ന കല്ല് പിൻദ്വാരത്തിലൂടെ നിലത്തു വീഴും. അത്ര ശക്തിയിലെറിയുന്നത്. പ്രാണവേദനയോടെ ആ മനുഷ്യൻ വീണ്ടും ആ പുഴയിലേക്ക് ചാടും, മറുകരയിലേക്ക് നീന്തും. അവിടുന്ന് ഏറ് കിട്ടും. അവസാനം ഏറ് കിട്ടി ഒരു കരയിലും സമാധാനം കിട്ടാതെ രക്തം കുടിച്ച് കിടക്കുന്ന ആ മനുഷ്യനെ ചൂണ്ടി അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആരാണ് ജിബ്രീലെ അവൻ ചെയ്ത കുറ്റെന്താ? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു പറഞ്ഞു, നബിയേ, ഫഇന്നഹു ആക്കിലു റിബ, പലിശ തിന്നോനാണ് നബിയേ. അതോടൊപ്പം ഉലമാക്കൾ രേഖപ്പെടുത്തി ആക്കിലുൽ ഹറാം, തിന്നുന്നതിൽ ഹക്കും ബാത്തിലും നോക്കാത്ത, കുടുംബത്തിന് തിന്നാൻ കൊടുക്കുന്നതിൽ നേരും നെറിയും നോക്കാത്ത, എങ്ങനെങ്കിലും മുതലുണ്ടാക്കി നാട്ടുകാരെ പറ്റിച്ച് കുടുംബം പോറ്റുന്ന, ആളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് സ്വന്തം സൗകര്യം വലുതാക്കുന്ന, ഉള്ളു ചെന്ന ഒരു വണി വറ്റ് 40 ദിവസത്തെ ഇബാദത്ത് അല്ലാന്റെ അടുത്ത് സ്വീകരിക്കൂല. ആ വറ്റുകൊണ്ട് വളർന്ന രക്തവും നീരും നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഇന്ന് ആളുകൾക്ക് ഹക്കും ബാത്തിലൊന്നും ഒരു രംഗത്തുമില്ല. നേരും നെറിയും സമ്പാദിക്കുന്ന വിഷയത്തിൽ ഇല്ല. അതുകൊണ്ട് ആർക്കും ആരെയും പറ്റിക്കാന്നായത്. ദീന് പോലും ജനങ്ങൾക്ക് പറ്റിക്കാൻ പറ്റും. എന്തെളുപ്പാന്നറിയോ? ദീന് പറയുന്നവർക്ക് പോലും ജനങ്ങളെ പറ്റിക്കാൻ എളുപ്പാ. ഞാനിപ്പോ നിങ്ങളോട് കുറെ ആൾക്കാരോട് പറയാതാ, ഞാനൊരു ബിസിനസ് തുടങ്ങുന്നുണ്ട് കേട്ടോ, അത് നിങ്ങൾ ഓരോരുത്തരും 1 ലക്ഷം റുപ്യ വീതം തന്നാ മാസത്തിൽ ഞാൻ നിങ്ങൾക്ക് ഇത്ര ലാഭം തരും. പറയുന്ന ആരാ? മൊയ്ലിയാര്. അപ്പൊ നിങ്ങളും വിചാരിക്കും അത്യാവശ്യം ലാഭം ഉണ്ടാക്കാം, കൊണ്ടുതരും. ഞാൻ എന്ത് ബിസിനസ്സാ? ഹോട്ടൽ ബിസിനസ്. ഞാൻ എന്റെ ഒരു ആയുസിൽ MBA പോയിട്ടില്ല. ഒരു ഹോട്ടലിലേക്ക് എന്തൊക്കെ വേണമെന്ന് എനിക്കറിയൂല. എന്തെങ്കിലും ഒരു ഹോട്ടലിന്റെ ക്യാഷിൽ ഇരുന്നിട്ട് എനിക്ക് പരിചയമില്ല. ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ എന്ത് ബിസിനസ് എടുത്തത്? ഹോട്ടൽ ബിസിനസ്. എന്നിട്ട് ഞാൻ ആരൊക്കെ കണ്ടു? 10 ആളെ കണ്ടു, 10 ലക്ഷം റുപ്യ ഉണ്ടാക്കി. അവസാനം ഇത് പൊളിയും. കാരണം എനിക്ക് വിവരമില്ല. പിന്നെ എന്തെങ്കിലും ഇന്ന പൈസ ഏൽപ്പിക്കാനുള്ള കാരണം എന്റെ വിശ്വാസം, ഞാൻ പ്രാസംഗികനാണ്, ഞാൻ ഖുർആൻ ക്ലാസ് എടുക്കുന്നവനാണ്, ഞാൻ അങ്ങനെ പറ്റിക്കൂല എന്നുള്ള തോന്നൽ. പക്ഷെ ഞാൻ എന്താ ചെയ്ത്? അറിഞ്ഞൂടാത്തൊരു ബിസിനസ്സിലേക്ക് നിങ്ങളെ പൈസ വാങ്ങി. അതെനിക്കും ഹലാലാവൂല. അറിയാണ്ട് വാങ്ങി തിന്ന് അതിന്റെ ലാഭം വിചാരിച്ച് തിന്നുകൂട്ടുന്ന നിങ്ങൾക്കും അത് ഹലാലാവൂല. ഇത് പൊളിയുമ്പോ എല്ലാരും പറയാ, അതുവരെ ആരോടും പറയൂല. പൊളിയുന്നതിന്റെ മുൻപ് ആൾക്കാരിങ്ങനെ ന്യായീകരിക്കും. ഷെയ്ഖുന അഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട്. ഏത് ഷെയ്ഖ്? ഈജിപ്തിന്റെ ഏതോ മൂലക്കെടുക്കുന്ന ഒരു ഷെയ്ഖിന്റെ പേരും വെച്ചിട്ടായിരിക്കും നോട്ടീസ് കൊടുത്തിട്ടുണ്ടാകുക. അവസാനം പൊളിഞ്ഞു എന്നറിയുമ്പോ പറയും ഇവിടെ പൈസയൊക്കെ പോയി. പിന്നെ അത് അടക്കി പിടിച്ച് വേർപ്പ് മുട്ടിയിട്ട് ഇന്നെയൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ പറയും, അതിനെതിരെ നമുക്ക് വീഡിയോ ഇറക്കണം കേട്ടോ. കൊടുക്കുമ്പോ ഇവിടെ അല്ലേ ഉണ്ട്, അന്തേ ചോദിക്കാത്ത. അപ്പൊ കിട്ടാനുള്ളതായിരുന്നു. മനുഷ്യന്മാർ ആർത്തിയ മനുഷ്യന് ദുനിയാവിൽ വാരി പിടിക്കാൻ. ഒരാളെ നെഞ്ചകം പൊള്ളിച്ച് ഒരു രൂപ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ കഴിക്കുന്നത് ഹലാലാവൂല എന്നല്ല പടച്ചോൻ പറഞ്ഞു. മരിച്ചാ പോലും പടച്ചോൻ ആ മയ്യത്ത്, ആ ആത്മാവിനെ സ്വീകരിക്കൂലെന്നാ. എന്തുകൊണ്ടാ ഒരാള് മരിക്കുന്ന സമയത്ത് ഓന്റെ കടം ഒന്നുകിൽ ഏൽപ്പിക്കണം, എഴുതി വെക്കണം. ഇനി വാപ്പയാണ് മരിച്ചതെങ്കിൽ ആ കടം വീട്ടിട്ടേ ബാക്കി സ്വത്ത് വീതിക്കാവെന്ന് പറയുന്നത്. അങ്ങനെയുള്ള മുതല് ഒരാളോട് കടം വാങ്ങി പറ്റിച്ചിട്ടുണ്ടാക്കിയാൽ പോലും കബറിൽ സ്വൈര്യം കിട്ടൂല എന്നുള്ളത് കൊണ്ടാ. ഒരു കബറിൽ കിടക്കുന്നു, എന്റെ തൊലിന്റെ ഉള്ളിലുള്ള മാംസം അങ്ങനെ വെന്തുകൊണ്ടിരിക്കും. റസൂല് ചോദിച്ചത് ആരുതാന്നറിയോ? സഹാബത്ത് പറഞ്ഞു, ഇല്ല നബിയെ, കടം വാങ്ങി എഴുതി വെക്കാതെ, വീട്ടാൻ ഉദ്ദേശമില്ലാതെ കടം വാങ്ങിയത് ഏൽപ്പിച്ചു കൊടുക്കാതെ മരിച്ചുപോയ വ്യക്തികളുടെ. അതുകൊണ്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മയ്യത്ത് നിസ്കരിക്കാൻ വരുമ്പോ ആദ്യം ചോദിക്കുന്നത് കടണ്ടോന്ന്. ഇന്ന് കട ആരും ചോദിക്കൂല, പൊരുത്തം വാങ്ങും എല്ലാവരും. മയ്യത്തിന്റെ തലക്കും ഭാഗത്ത് നിന്നിട്ട് പറയുന്നത് കാണാം, വാക്കാലോ പ്രവർത്തിയാലോ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് പൊരുത്തപ്പെട്ടു കൊടുക്കണം. അപ്പൊ ആരോ പറഞ്ഞു കടത്തിന്റെ പറയുന്നു. അപ്പൊ ആരോ ഒന്ന് പിന്നാ ഭാഗത്ത് പറഞ്ഞു, ഈ കടം മരിച്ച വ്യക്തിയുടെ കടം മൂത്ത മകൻ ജബ്ബാർ ഏറ്റെടുത്തിരിക്കുന്നു. അപ്പൊ ബേക്കിൽ ഒരാൾ പറഞ്ഞല്ലോ, സുബ്ഹാനല്ലാഹ്, ജബ്ബാറിന്റെ എങ്കിലും തന്നാ മതി, അതിനോ പോയിൽ കൂട്ടിയാൽ മതി. അതാവസ്ഥ. അനുഭവം ഉള്ളതുകൊണ്ട് പറയാ. അപ്പാരോടും കൂടിയാ പറയുന്നത്, എന്തെങ്കിലും ഒരു ഉറുപ്പ്യന്റെ എഴുതി വെച്ചോളിട്ടോ, കബർ നഷ്ടപ്പെട്ടു, ആഹാരം തൊലഞ്ഞു.
ഉമ്മാരോടും കൂടിയാ പറയുന്നത്. മീൻകാരനോട് 40 ഉറുപ്പ്യക്ക് അയില വാങ്ങി 50 ഉറുപ്പ്യക്ക് അയില വാങ്ങി 40 പോയിട്ട് 10 തരട്ടോ എന്ന് പറഞ്ഞാൽ ആ 10ന്റെ പേരിൽ പടച്ചോൻ വിടൂലാന്നാ. അല്ലെ നിങ്ങൾ പറയണെങ്കിൽ പൊരുത്തപ്പെട്ട് തന്നേക്ക് 10 തരൂലട്ടോ.